സ്പെഷ്യൽ മാങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോക്കാം. ട്രൈ ചെയ്താൽ പിന്നെ നിങ്ങൾ ഈ റെസിപ്പിയിൽ തന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഉമ്മാൻ്റെ ഹെൽപ്പർ ഞാനാട്ടോ. ഇത് നമുക്ക് ഈ മാങ്ങ തന്നെ നമ്മൾ എടുക്കാൻ നോക്കുക. ഏറ്റവും അച്ചാറിന് ബെസ്റ്റായ മാങ്ങ ഈ നീണ്ട മാങ്ങ കേട്ടോ. ഇതന്നെ എടുക്കാൻ നോക്കുക. ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. പിന്നെ അത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാൻ നല്ല ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായി കണ്ട് തന്നെ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അതിൽ നിന്നൊരു പീസ് എടുത്ത് അതിൽ ഇത്തിരി മുളകുപൊടി ഇത്തിരി ഉപ്പിട്ട് എന്താല്ലേ അപ്പോൾ തന്നെ 2-3 പീസ് ഖത്തം പോകുക. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസായി കണ്ട് തന്നെ വേണം കേട്ടോ മാങ്ങ ചെത്തേണ്ടത്. പിന്നെ ഇതിനാവശ്യം മുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതും ചെറിയ പീസായി കണ്ട് തന്നെ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ അവസാനമായിട്ട് ഇതിനാവശ്യമുള്ളത് കറിവേപ്പിലാണ്, അതും എടുത്ത് വെക്കാം. നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഉലുവപ്പൊടി വേണം. ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഉലുവ എടുത്ത് വറുത്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് ഇടുക. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇടുക. അതൊന്ന് അതിൻ്റെ ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, മുളക് അതും ഇട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കാശ്മീരി മുൾമുടിയാണ് ഇടുന്നത്. അതൊരു 5-6 സ്പൂണ് വേണ്ടി വരും. നമുക്ക് മാങ്ങേൻ്റെ അളവനുസരിച്ചാണ് നമ്മൾ ഈ മുൾമുടി, കാശ്മീരി മുൾമുടി കേട്ടോ. സാധാ മുൾമുടി എരിവിനനുസരിച്ച് കുറച്ചിടുക. പിന്നെ നമ്മൾ കാശ്മീരി മുൾമുടിയാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ അച്ചാർപ്പൊടിയൊന്നും യൂസ് ചെയ്യലില്ല. ഇത് നമ്മളെ മാങ്ങേൻ്റെ എത്ര മാങ്ങ ഉണ്ടോ അതിനനുസരിച്ച് കാശ്മീരി മുളക്. ഇവിടെ ഞങ്ങൾ 5 ടീസ്പൂണ് കാശ്മീരി മുളകുപൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1 ടീസ്പൂണ് സാധാ മുളകുപൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെയും ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യാം. പൊടിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ മാങ്ങ മിക്സ് ചെയ്യാം. മാങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലോട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള വിനാഗിരി ഒഴിക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഉപ്പിട്ട് കണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് വായിന്ന് വെള്ളം വരും കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒന്നും കഴിക്കരുത്. ഒന്ന് ക്ഷമിച്ച് കാത്തിരിക്കാം എന്നെപ്പോലെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിന് പിന്നെ ഒരു ചെറുതായിട്ടൊന്ന് തിളക്കണ പോലെ ഇതാവുമ്പം നമ്മൾ മാറ്റി വെച്ച ഉലുവൻ്റെ പൊടി ഉണ്ടല്ലോ അത് ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒരു 1 to 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് അവിടെ വെക്കുക. പിന്നെ ഒരു 1 അവർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുക. അപ്പോൾ നമ്മളുടെ മാങ്ങ അച്ചാർ റെഡി. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ ചെറിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കാണണമല്ലോ നമ്മൾ യൂസ് ചെയ്യുക. ഞങ്ങൾ യൂസ് ചെയ്യൽ ഈ പാത്രത്തിട്ട് കാണാം കേട്ടോ. ഇതിൽ നമ്മൾ ആവശ്യമുള്ള ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കണ്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ ഉണ്ടാക്കി അതിലോട്ട് പഞ്ചസാര ഇട്ടാൽ കുറച്ച് കഴിയുമ്പോഴത്തിന് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അതിന് പൂപ്പൽ വരും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് അതിക്ക് പഞ്ചസാര ഇട്ട് കണ്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് വരിക. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നാൽ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.